Hey guys, welcome to my another video. So നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സീ ഫുഡ് ബക്കറ്റ് ആണ്. ബക്കറ്റ് ഇല്ലാത്ത നമുക്ക് പ്ലേറ്റർ, സീ ഫുഡ് പ്ലേറ്റർ ആക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാമേ. ഈ ഒരു സീ ഫുഡ് പ്ലേറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഞണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 കൊഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കല്ലുമ്മക്കായ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇവിടെ മോറിസൺ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ കല്ലുമ്മക്കായ നമുക്ക് ഗാർലിക് ആൻഡ് ബട്ടർ സോസിലുള്ള കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ബട്ടറും ഗാർലിക്കും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഇതിനകത്ത് കിട്ടാത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ കണവയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനം കൊണ്ട് വെച്ചിട്ട് കണവ മാത്രമേ നമുക്ക് കിട്ടാത്തത്. അപ്പം ബാക്കി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം. കട്ട് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ഈ ഒരു മീശ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. മീശ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തല എന്തായാലും വേണം. സോ ഞാൻ ഇവിടെ വെച്ച് തലയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണേ. ഇങ്ങനെ പൊളിച്ചെടുക്കുക. നമുക്കിതിൽ ആ ഒരു വേസ്റ്റ് എടുത്ത് കളയണേ. അങ്ങനെ ബാക്കിയെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു ഞണ്ടിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കുറേ വർഷമായി ഞണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഈ ഐറ്റം ഇങ്ങനെ ഈ ഒരു ഐറ്റം ഇത് ഇവിടുന്ന് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഒരു പിടി പിടിക്കുക. എന്നിട്ട് ഈ ഒരു പൂ പോലെ ഇരിക്കുന്നില്ലേ, അതെടുത്ത് കളയുക. അല്ലാതെ ഈ ഞണ്ടിനകത്തൊന്നുമില്ല ഗൈസ്, വൃത്തിയാക്കി എടുക്കാൻ. ഞണ്ട് അതുപോലെ അടുത്ത ഞണ്ടും എടുത്തു. ഇവിടെ നോക്കി വെച്ചുകൂടി. ഇതൊക്കെ എൻ്റെ ആ ഒരു പൊന്നാന്ന് തോന്നുന്നു. സോ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഞണ്ട് കുട്ടനെ വൃത്തിയാക്കി എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തിടണോ? വലുതല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ഇതിനെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഞണ്ട് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രോൺസും എടുത്തിട്ടുണ്ട്, അതും നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ കഴിച്ച് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാവേ. ഞണ്ട് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലൊരു സോസ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 മുറി തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക് ഇത്രയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാമേ. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ കണ്ട് ഈ ഒരു ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഞണ്ട് കോരി മാറ്റാമേ. ഞാൻ ഈ സെയിം വെള്ളത്തിലേക്കാണ് നമ്മുടെ ഈ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നത്. 2-3 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു ഹെഡും ടെയിലും ഒന്ന് കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം.
പിന്നെ നമ്മൾ ഈ ഒരു ബ്രോത്ത് കളയരുത്, നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണേ. സോ ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇടാവേ. നമ്മുടെ കേരള സ്റ്റൈല് ഒരു സീ ഫുഡ് പ്ലേറ്ററാണ് ഉണ്ടാക്കുന്നത്. സോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമലി സ്മോക്ഡ് പാപ്രിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം കോണും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഈ പാനിലേക്ക് ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാവേ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ച ആ ഒരു മിക്സോടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ സീ ഫുഡ് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ആ ഒരു കോണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടേതായ വേർഷനല്ലേ, അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. മിക്സ് ആയി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സീ ഫുഡ് പ്ലേറ്റർ നമ്മുടെ ചട്ടിക്കത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളുണ്ടാക്കിയ നമ്മുടെ സീ ഫുഡ് പ്ലേറ്റർ കഴിച്ചു നോക്കാവേ. ഒരു നൂൽ പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ ഈ നൂൽ പൊറോട്ടയ്ക്കകത്തോട്ട് നമ്മുടെ റൈറ്റ് ഇടുവാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാവേ. കൊള്ളാം ഗൈസ്. നിങ്ങൾ എപ്പോഴും ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം ഇട്ടിട്ട് അതിൽ ഒരു കോൺ കഴിച്ച് നോക്കാം. കൊള്ളാം, ചൂടാ. വെല്ലുമ്മക്കായി ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. കൊഞ്ച് സോ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം സീ ഫുഡ് കൂടെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഒന്ന് കഴിച്ചു തീർക്കട്ടെ.